രാജ്യം കാത്തിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടന്നത്. അവിടെ വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് തേജസ്വിയും രാഹുലും ഒക്കെ അവകാശപ്പെട്ടത്. ഇപ്പോൾ റിസൾട്ട് ഏതാണ്ട് വന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. NDA സഖ്യത്തിന് വലിയ മുന്നേറ്റം. എങ്ങനെയാണ് സാറിന് വിലയിരുത്തുന്നത്? ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ എക്സിറ്റ് പോളുകൾ മുഴുവൻ തെറ്റി. എങ്ങനെ തെറ്റിയെന്നറിയാമോ? NDA മുന്നിൽ വരുന്ന ഭൂരിപക്ഷം പറഞ്ഞിരുന്നു എക്സിറ്റ് പോളുകളും 3/2 ഭൂരിപക്ഷം എന്നുള്ളതാണ് എൻ്റെ തോന്നലും ഉണ്ടായിരുന്നത്. ഏതാണ്ട് നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. മറ്റേ 3/2 ഭൂരിപക്ഷത്തിലേക്ക് NDA കടന്നു കയറുകയും കോൺഗ്രസിൻ്റെ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് പോലെ തന്നെ കഷ്ടിച്ച് 10 സീറ്റ് കഴിഞ്ഞ ഓണത്തേക്കാൾ കുറയും. കാരണം രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞു തന്നെ അദ്ദേഹം അവിടെ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയില്ല. കിട്ടിയ മീനിനേക്കാൾ കുറവായിരിക്കും കോൺഗ്രസിൻ്റെ സീറ്റുകൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിതീഷ് ആയിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്താണെന്നറിയാമോ? കഴിഞ്ഞ തവണയും BJP നിതീഷിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഉണ്ടല്ലോ. പക്ഷെ നിതീഷ് മുഖ്യമന്ത്രി ആകട്ടെ എന്ന് വിചാരിച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി നിതീഷ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പിന്നെ അദ്ദേഹത്തിന് പ്രായമായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ മകനെ അദ്ദേഹം ഇനിയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കും എന്ന് പൊതുവെ വിചാരിച്ചിരുന്നതാണ്. അദ്ദേഹം മധ്യവയസ്സൊക്കെ ആയ ആളാണ്. അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്തു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അപ്പോൾ കുറച്ചൊക്കെ മര്യാദ ഒക്കെ ഉള്ള വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള ഒരാളാണ് നിതീഷ്. ഞാൻ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെരഞ്ഞെടുപ്പിൽ 5-6 കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുണ്ടായിരുന്നു ബീഹാറിനെ സംബന്ധിച്ച്. അതിൻ്റെ അകത്ത് ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ നിതീഷ് ആയിരിക്കുമോ അതോ BJPയുടെ ഒരു മുഖ്യമന്ത്രി വരുമോ എന്നുള്ളതായിരുന്നു. നമ്മൾ ഇപ്പം ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ തന്നെ നിതീഷ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത് NDAയുടെ നേതാക്കളൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ്. കാരണം ആ ചോദ്യം ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നയാളായിരിക്കും എന്ന് ഈ ഇന്ത്യൻ മുന്നണി പറഞ്ഞ ശേഷം നിങ്ങളുടേതാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോദിയും അമിത്ഷായും ഒക്കെ പറഞ്ഞില്ലേ, അതിലെന്താ സംശയം, അത് നിതീഷാണ് എന്നുള്ള. കാരണം ആ നിലപാട് നേരത്തെ എടുത്തിരുന്നതാണ് സുശീൽ മോദി ഉപമുഖ്യമന്ത്രിയായിരുന്നു ആ സമയത്ത്. വേണമെങ്കിൽ സുശീൽ മോദിക്ക് മുഖ്യമന്ത്രി ആകാമല്ലോ. സുശീൽ മോദിയോടും ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. കോട്ടയംകാരിയാണ് ഭാര്യ. മറ്റേ ABVPയില് മറ്റേ പ്രവർത്തിച്ചിരുന്ന കാലത്തെ പരിചയവും ഒക്കെയാണ് ഒരു വിവാഹത്തിലെത്തിയത്. അദ്ദേഹം തന്നെ ഞാൻ അവിടെ BJP ഓഫീസിൽ ഒരിക്കൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞതാണ്, മലയാളിയാണ് ഭാര്യ, ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ. ഈ സവർണ മറ്റേ വർത്താനമൊക്കെ പറയുന്നവർ ഓർക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. ക്രിസ്ത്യാനികളും ഒക്കെ വിവാഹം ചെയ്ത് നമ്മുടെ തിരുവനന്തപുരത്തെ MS കുമാറില്ലേ, BJP നേതാവ്, ഭാര്യ ക്രിസ്ത്യാനാണ്. അപ്പോൾ 4-5 കാര്യങ്ങൾ ഈ BJP JDU 101 സീറ്റ് വീതം എടുത്തിട്ടാണ് മത്സരിച്ചിരിക്കുന്നത് ഇത്തവണ. അപ്പോൾ 2020 ജനതാദളിന് നിതീഷിൻ്റെ പാർട്ടിക്ക് 43 സീറ്റ്, BJPക്ക് 74 സീറ്റ്. എന്നിട്ട് നിതീഷ് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? ഇതാ ഞാൻ പറഞ്ഞു. അക്കാര്യത്തിൽ വെറുതെ തർക്കിച്ച് ഇപ്പം ഏഷ്യനെറ്റിൽ ഒരു വർഗീയവാദി പറയുന്നത് കേട്ടു, ഈ കിഴവൻ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെയൊന്നും BJP പറഞ്ഞിട്ടില്ല. BJP അങ്ങനെ കരുതുന്നുമില്ല. അങ്ങനെയൊക്കെ BJP പറയാൻ സാധ്യതയുണ്ട് എന്നുള്ള മട്ടിലേ അതൊക്കെ ഏതാണ്ട് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ജനതാദൾ തന്നെ ആയിരിക്കില്ലേ കൂടുതൽ വിജയിക്കാനും സാധ്യത ഇപ്പോഴത്തെ നിലയ്ക്ക്. ഇപ്പം നിലവിൽ പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് BJPയുടെ ആണ് പൂർണ്ണമാകുന്നതിന് മുമ്പ് വരുന്നത്. ഇനി അത് മറിയുമായിരിക്കും. അല്ല, അതൊക്കെ മറിയാം. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ലീഡ് നില നമുക്കറിയാം. ലീഡ് നിലയൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാവുന്നതാണ്. ഞാൻ മറ്റേ ദേശീയ ചാനലും ഒക്കെ നോക്കിയപ്പോഴാണ് ചിലപ്പോൾ അത് ജനതാദളാവാം. എങ്ങനെയായാലും ഞാൻ കഴിഞ്ഞ 2020 കാര്യം പറഞ്ഞല്ലോ. BJPക്കായിരുന്നു കൂടുതൽ സീറ്റ്. എന്നിട്ടും നമ്മൾ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തുല്ലോ, BJP തന്നെ അവകാശപ്പെട്ടു. ആണല്ലോ. പിന്നെയുള്ളത് ഈ ജൻ സുരാജ് എന്ന് പറഞ്ഞ പാർട്ടി, പ്രശാന്ത് കിഷോർ, ഒരുപാട് ആളുകളെ രക്ഷപ്പെടാൻ പാർട്ടികളെ രക്ഷപ്പെടാൻ സഹായിച്ച ആൾ. ഇങ്ങനത്തെയൊക്കെ വർത്തമാനത്തിലൊന്നും തിരഞ്ഞെടുപ്പില്ലേ വലിയ കഥയൊന്നുമില്ല.
എത്ര തിരഞ്ഞെടുപ്പ് നമ്മൾ കൈകാര്യം ചെയ്തതാണ്. ഏതെങ്കിലും ഒരാൾ, ഇയാളിപ്പോൾ വിജയുടെ ബുദ്ധി ഉപദേശകനായിരുന്നല്ലോ, ജോസഫ് വിജയുടെ, തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ, അവസാനം പ്രശാന്ത് കിഷോർ. എന്തായി ജോസഫ് വിജയുടെ അവസ്ഥ അവസാനം? കാരണം പാർട്ടി ഉണ്ടായിരുന്നില്ല ഗ്രാസ് റൂട്ട്സിൽ. പാർട്ടി ഇല്ലല്ലോ. പാർട്ടി സംഘടനാ സംവിധാനവും ഇല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്ക് എന്തും ചെയ്യാമെന്നല്ലേ കണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ. അപ്പോൾ അങ്ങനത്തെ ഉപദേശം ഒരു വിവരമില്ലാത്ത ആളുകൾക്കൊക്കെ ഉപദേശമൊക്കെ കൊടുക്കാം. പ്രശാന്ത് കിഷോർ, BJPക്ക് പ്രശാന്ത് കിഷോറിൻ്റെ ഉപദേശം ആവശ്യമുണ്ടോ? ഇല്ല. വിളിച്ചിട്ടുണ്ടോ BJP? ഇല്ല. കാശൊക്കെ ഉണ്ടാക്കിയ പ്രശാന്ത് കിഷോർ 245 കോടി രൂപയുടെ കണക്കൊക്കെ ഈയിടെ അവതരിപ്പിച്ചു. മറ്റേ തെരഞ്ഞെടുപ്പ് പത്രികയിൽ നിൽക്കുമ്പോഴൊക്കെ, മറ്റേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴൊക്കെ വന്നു. അപ്പോൾ വലിയ സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല. കർപ്പൂരി ഠാക്കൂറിൻ്റെ കൊച്ചുമകളെ, ഡോക്ടറെ നിർത്തുകയൊക്കെ ചെയ്തിരുന്നു. വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. വോട്ട് ഷെയർ എത്രയാണെന്ന് നോക്കണം. ഒരു കാര്യമായ വോട്ട് ഷെയർ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ കോൺഗ്രസ് 60 സീറ്റിൽ മത്സരിച്ചിരുന്നു. കോൺഗ്രസ് 10 സീറ്റോ അല്ലെങ്കിൽ 10 സീറ്റിൻ്റെ താഴെയോ ആയിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും വലിയ സംശയം ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റൊന്നും അവർക്ക് കിട്ടില്ല. 11-12 സീറ്റൊന്നും കിട്ടില്ല. പിന്നെ VIP, IIP പാർട്ടികൾ, വികാസ് ശീൽ ഇൻസാൻ പാർട്ടി, മുകേഷ് സഹാനി എന്ന് പറഞ്ഞ ധീവരൻ്റെ ഒരു പാർട്ടി ഉണ്ടല്ലോ, 15 സീറ്റ് കൊടുത്തിരുന്നു. ഇന്ത്യ മുന്നണി, അയാളാണ് ഈ മീൻ പിടിക്കാനൊക്കെ കൊണ്ടുപോയത്, രാഹുൽ ഗാന്ധി. അതൊന്നും വലിയ ഗുണം പിടിച്ചിട്ടില്ല. പിന്നെ IP ഗുപ്തയുടെ ഇന്ത്യൻ ഇൻക്ലൂസീവ് പാർട്ടി, IIP, ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്നതാണ്. ഇങ്ങനത്തെ പുതിയ പാർട്ടികളൊക്കെ വന്നിട്ടും എക്സ്ട്രീംലി ബാക്ക്വേർഡ്, ഏറ്റവും പിന്നാക്കം എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നിന്നുള്ള 2 പാർട്ടികളെ കൂട്ടിച്ചേർത്താണ് ഇന്ത്യ മുന്നണി. വലിയ ഗുണമൊന്നും അതുകൊണ്ടുണ്ടായിട്ടില്ല. പിന്നെ ചിരാഗ് പാസ്വാൻ NDAയിലേക്ക് കഴിഞ്ഞ തവണ 1 സീറ്റോ മറ്റോ എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. ചിരാഗ് പാസ്വാൻ വീണ്ടും NDAയുടെ ഭാഗമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം വോട്ട് ശതമാനമൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2020 1 സീറ്റ് മാത്രമായിരുന്നു LJPക്ക്, ചിരാഗ് പാസ്വാന്. ഇത്തവണ 29 അല്ലേ സീറ്റ് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം ഭേദമായിട്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ചിട്ട് കോൺഗ്രസ്സിന് കിട്ടുന്ന അത്രയും സീറ്റെങ്കിലും ചിരാഗ് പാസ്വാന് കിട്ടും എന്ന് കരുതണം. 9 സീറ്റ് 10 സീറ്റ് തുടങ്ങി. ചിരാഗ് പാസ്വാൻ്റെയും പെർഫോമൻസ് NDAയിൽ എന്ന് പറഞ്ഞാൽ NDA തരംഗമാണ് അവിടെ. അപ്പോൾ ആ തരംഗത്തിൽ എല്ലാവരും അങ്ങ് ജയിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മൈഥിലി ഠാക്കൂർ വലിയ ഗായികയാണ്. അവർ വടക്കേ ഇന്ത്യയിലൊക്കെ ഭജനുകളുമൊക്കെ രാമനെ പറ്റിയൊക്കെ പാടുന്നത്. അവരാദ്യമേ BJP പിടിച്ച സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു, നന്നായിട്ട് പാടുക. നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നു. അതെ, മൈഥിലി അവരെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കി എന്നൊക്കെ പറഞ്ഞു. രമ്യയുമായി ബന്ധപ്പെടുത്തി പാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് അവര് ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. മൈഥിലി ഠാക്കൂർ ജയിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. NDA ഏതായാലും 170 സീറ്റില്ലേ, 172 ഒക്കെ വരാം. ഇന്ത്യ മുന്നണി 68 അങ്ങനെ എന്തെങ്കിലും ഒരു സീറ്റിൽ ഒതുങ്ങാൻ സാധ്യതയുണ്ട്. ജൻ സുരാജ് പാർട്ടി അക്കൗണ്ട് തുറക്കുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് പ്രശാന്ത് കിഷോറിൻ്റെ. അപ്പോൾ BJP ഒരു 80 സീറ്റ് 79 അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഈ 5 മേഖലകൾ പ്രധാനമാണ് ബീഹാറിൽ നമ്മൾ സംസാരിക്കുമ്പോൾ. തിർഹുത്ത്, മിഥിലാഞ്ചലും കോസിയും ഒറ്റയ്ക്ക് ആണ് എടുക്കുക. ശരൺ, പിന്നെ സീമാഞ്ചൽ, ഷഹാബാദ്. ഈ സീമാഞ്ചൽ ഷഹാബാദൊക്കെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞാണ്. എന്താണെന്ന് വെച്ചാൽ സീമാഞ്ചൽ മുസ്ലിം മേഖലയാണ്. ഷഹാബാദ് 2020 NDAക്കെതിരെ നിലകൊണ്ട മേഖലയാണ് ഷഹാബാദ്. എനിക്ക് തോന്നുന്നത് സീമാഞ്ചലിലും ഷഹാബാദിലും ഈ NDA വിരുദ്ധ മേഖല എന്ന് നമുക്ക് ബീഹാറിൽ കാണാവുന്നത്, അവിടെയും വലിയ കുഴപ്പം NDAക്ക് സംഭവിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അതായത് അവിടെ മുസ്ലിം
ജനസംഖ്യയിൽ 18% മുസ്ലിങ്ങളാണ് ബീഹാറിൽ. ഒവൈസി മുസ്ലിങ്ങൾ എനിക്ക് ഒറ്റയടിക്ക് തോന്നുന്നത്, ഇപ്പം കേട്ടിടത്തോളം എനിക്കറിയാവുന്ന രാഷ്ട്രീയം വെച്ച് തോന്നുന്നത്, മുസ്ലിം വോട്ട് ഇവർ വിചാരിച്ച പോലെ RJDക്കോ കോൺഗ്രസിനോ കിട്ടിയിട്ടില്ല. NDAയ്ക്കും മുസ്ലിം വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. പിന്നെ ഈ സീമാഞ്ചൽ ആ ഭാഗത്ത് ഒവൈസി ഇപ്പോൾ എല്ലാ സ്ഥലത്തും മത്സരിച്ചിട്ട് NDA സഹായിക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതെ, ഒവൈസി എവിടെയൊക്കെ നിൽക്കുന്നോ അവിടെയൊക്കെ NDAയ്ക്ക് ഗുണമുണ്ടാവും. ഉത്തർപ്രദേശിൽ വന്ന് നിന്നാലും ഗുണമുണ്ടാവും. കാരണം അയാളും മത്സരിക്കുന്നിടത്ത് അയാൾ ഇന്ത്യ മുന്നണിയുടെ മുസ്ലിം വോട്ടിൽ നന്നായിട്ട് മാന്തിക്കോളും. അതിൻ്റെ ഗുണം ഇന്ത്യക്ക് കിട്ടും. അപ്പോൾ അയാൾ 2020 5 സീറ്റ് ഉണ്ടായിരുന്നു ഒവൈസിക്ക്. ഇത്തവണയും സീമാഞ്ചലിൽ അയാൾ മാന്തി കാണും ഇന്ത്യ മുന്നണി. ഈ ട്രെൻഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് അതാണ്. മുസ്ലിങ്ങൾ 2.3 കോടി മുസ്ലിങ്ങൾ വോട്ടർമാർ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുക. ഈ മുസ്ലിം മേഖലകളിൽ കൂടിയാണ് ഈ വോട്ട് ആധാർ യാത്ര എന്നോ മറ്റോ പറഞ്ഞൊരു സംഭവം അതെ നടത്തിയില്ലേ ഇയാള് രാഹുൽ ഗാന്ധി. അതെ, രാഹുൽ ഗാന്ധിയെ പറ്റി നമുക്ക് വേറെ സംസാരിക്കാം. അപ്പോൾ പ്രയോജനം ഉണ്ടായിട്ടില്ല. മുസ്ലിങ്ങൾ വിചാരിച്ചതുപോലെ മുസ്ലിങ്ങളെങ്കിലും വോട്ട് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നല്ലോ. അത് പാഴ്ശ്രമമായിപ്പോയി. മുസ്ലിങ്ങൾക്കും വിവരം ഉണ്ടായി എന്നർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.